നിങ്ങൾ സുന്നിയെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരത്ത് പൊന്തിച്ചു നോക്കി കഴിഞ്ഞാൽ അത് തലപ്പ് കട്ട് ചെയ്തിട്ടില്ല എന്നാണ് സുന്നത്തേക്കാത്ത സുന്നിയെന്ന്. നിങ്ങൾ ഈ സെന്റിനറി ഒക്കെ വെക്കുന്നുണ്ടല്ലോ ഡ്യൂപ്ലിക്കേറ്റ്, അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആ പരിപാടിക്ക് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചോളൂ. കട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി, അതിനൊരു വയോജന പരിപാടി സംവിധാനം ഏർപ്പെടുത്തിക്കോളെ. പുന്നാരപ്പൊഞ്ഞാമത് എങ്ങനെയാണ് തുടക്കത്തെ മറുപടി പറയുന്നത്? ഇതിന് ആ രീതിയിൽ തന്നെ ചെറിയൊരു മറുപടി ഞാൻ കൊടുക്കട്ടെ. മറ്റുള്ളവർ എന്നോടൊന്ന് ക്ഷമിക്കണം ഈ വിഷയത്തിൽ. ഇപ്പോ ഈ കുഞ്ഞായ്മതാവട്ടെ, അബ്ദുസമദാവട്ടെ, അതുപോലെ തന്നെ പിന്നെ കോമാട്ടി ചാനൽ അബ്ദുള്ള, അതുപോലെ നൗഷാദ്, ഇങ്ങനെയുള്ള ടീമൊക്കെ ഒരു കാലത്ത് ഇവരിപ്പോ ഈ പറയുന്ന സുന്നത്തേക്കാത്ത സുന്നി എന്ന് പറയില്ലേ, ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, കുരുവട്ടൂർ ആസ്ഥാനത്ത് ആദ്യം ഒരു ക്യാമ്പയിൻ പറ്റി നടത്തുക. എന്നിട്ട് പിന്നെ കോമാട്ടി ചാനൽ അതും തന്നെ ആയിക്കോട്ടെ, ആദ്യത്തെ മുറി നിങ്ങൾ തുടങ്ങാൻ പറ്റും. ഇത് 100% സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെന്റിനറിയുടെ അനുബന്ധിച്ച് ഒരു ക്യാമ്പയിൻ നടത്താം. അതല്ല കുഞ്ഞാമത് നല്ലത്. സുഹൃത്തുക്കളെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാളും ഒരു വേദി കെട്ടിയിട്ട് സുന്നി ആദർശ സംഗമം എന്ന് പറഞ്ഞിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ട് അതിൽ പ്രസംഗിക്കുന്ന ഒരു പോലാണത്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു കാര്യം? ഇവന്മാർ ഇതിന് തെളിവൊക്കെ ഉദ്ധരിക്കും, അതാ രസം. എന്നിട്ട് എന്താ തെളിവ്? ശംസുൽ ഉലമ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കും, അങ്ങനെ ഉണ്ടാവുന്നതാണോ ആ പറയുന്നത്? ശംസുൽ ഉലമ അപ്പത്തെ ഒരു സമയത്ത് ഉള്ള ഒരു ഇതിൽ എന്തെങ്കിലും പറഞ്ഞതായിട്ടാണെന്ന് മാത്രമേ എല്ലാവരും കരുതുന്നുള്ളൂ. എന്നിട്ട് അത് എടുത്തു കൊണ്ടുവന്ന് തെളിവ് പറഞ്ഞിട്ട് പറയാണ് ഒരു പൊതുസമൂഹത്തെ മൊത്തത്തിൽ കഴുത്തുകളാക്കുന്ന ഒരു ഏർപ്പാടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കി നിങ്ങൾ. എന്നിട്ട് അതിനു വേണ്ടി വാദിക്കുക, അതിനു വേണ്ടി ചില ആൾക്കാർ പോസ്റ്റർ അടിക്കുക. എന്തൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? സുന്നത്തേക്കാത്തവരാണ് ഇവർ വെച്ചൊരു ക്യാമ്പയിൻ നടത്തുന്നത്. അപ്പൊ നമ്മൾ കുരുവട്ടൂർ ആസ്ഥാനത്ത് നിന്ന് അത് തുടങ്ങിയത്. എന്നിട്ട് അവിടുന്ന് മുറി തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരട്ടെ. ഇത് വിജയിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ സെന്ററിനോടനുബന്ധിച്ച് അങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെടാം. അതിന്റെ ഉത്തരവാദിത്തമാണ് കുഞ്ഞാമിനെ ഏൽപ്പിക്കുകയും ചെയ്യാന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കുഞ്ഞാമതൊക്കെ എന്നൊക്കെ പറഞ്ഞ വ്യക്തിയൊക്കെ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം ഇതിനെ കുറിച്ചിട്ടോ. ഇവന് ഒരു സക്കാഫി കൂടെ ആയിരുന്നു. ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ സ്ഥാപനമായ മർക്കസ് കൊടുക്കുന്ന ഒരു ബിരുദാണ് ഈ സക്കാഫി ബിരുദം. ഇത് സാധാരണ ആൾക്കാരുടെ വീഡിയോ കേൾക്കുന്നവരുണ്ടാവും, അവരോടാ പറയുന്നത്. അപ്പോ ആ സക്കാഫി ബിരുദത്തൊരു പണ്ഡിതനായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവൻ. അപ്പോ ഇവൻ അന്ന് പ്രസംഗിച്ചതിലെ ഒരു ഭാഗം ഞങ്ങളൊന്ന് കേൾപ്പിക്കട്ടെ. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. നമ്മളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന പലരുമുണ്ട്. നമുക്ക് വിഴുപ്പലക്കാൻ സമയമില്ല. നമുക്ക് വൃത്തികേടുകളോട് അതേ രൂപത്തിൽ പ്രതികരിക്കാനുള്ള ശൈലി നമുക്കില്ല. ആരെങ്കിലും റോട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വൃത്തികെട്ട മനുഷ്യൻ വായിൽ മലം നിറച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് തുപ്പിയാൽ അതേ രൂപത്തിൽ ഇനി ഏതെങ്കിലും ഒക്കെ ക്ലോസറ്റുകൾ തെരഞ്ഞുപോയി നമ്മുടെ വായിൽ മലമാക്കാൻ നമ്മൾ അത്രമാത്രം ബുദ്ധിയില്ലാത്തവരല്ല, ബുദ്ധിശൂന്യതയുള്ളവരല്ല. താജുൽ ഉലമയുടെ സന്തതികൾ, കാന്തപുരത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ഇൻഷാ അല്ലാഹ് പ്രബുദ്ധരാണ്. അതുകൊണ്ട് തന്നെ അതേ ശൈലിയിൽ തിരിച്ചടിക്കുക എന്നത് നമ്മുടെ ശൈലിയല്ലാത്തത് കൊണ്ട് ഇത് ശക്തനായ ശത്രു ഉറ്റമിത്രമായി മാറാനുള്ള അവസരം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. തിന്മ കൊണ്ട് ഇങ്ങോട്ട് നേരിട്ടാൽ നന്മ കൊണ്ട് തിരിച്ചങ്ങോട്ട് പ്രതികരിക്കുക എന്ന മഹത്തായ ശൈലിയാണ്. ആ ശൈലി സ്വീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് കേരളത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സന്തോഷകരമായ ധാർമ്മിക മുന്നേറ്റം നടത്തിയ ഈ മഹത്തായ പ്രാസ്ഥാനിക കുടുംബം അറിയാമല്ലോ നമുക്ക്. ഇത് മലപ്പുറം ജില്ലയാണല്ലോ. ഞാൻ പ്രസംഗിച്ചു പരിചയപ്പെടുത്തേണ്ടി തരേണ്ടതില്ലല്ലോ. ഇത്തരം നല്ല നല്ല സന്ദേശങ്ങൾ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഇവനെ AP ഉസ്താദിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു സമയമാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ അതിനെതിരെ ഒന്നും പ്രതികരിക്കാതെ സത്യസന്ധമായ നിലയിൽ എത്ര തന്നെ മോശമായിട്ടുള്ള സംസാരം ഇങ്ങോട്ട് കേട്ടാലോ അതിനൊക്കെ ആ രീതിയിൽ നേരിട്ട് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഇവന് ഇത്രയും മനോഹരമായിട്ടാണ് പ്രസംഗിക്കുന്നത്. നോക്കൂ നിങ്ങൾ. എന്നിട്ടോ ഇവപ്പ ചെയ്ത് നോക്കാം നിങ്ങൾ. ഇപ്പോ ഇവന്റെ ആ പറഞ്ഞ അതേ വ്യക്തിയുടെ വാക്കുകളിൽ നിന്നാണ് നമ്മൾ ആദ്യം കേൾപ്പിച്ച ക്ലിപ്പ് നിങ്ങൾ കേട്ടത്. നോക്കൂ നിങ്ങൾ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താല് നല്ലത് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റൂല. ഇനിയിപ്പോ AP-കാരാണെന്ന് തന്നെ ഇല്ല. ഇപ്പോ ത്വരീഖത്ത് വിഷയത്തിൽ AP വിഭാഗം പുറത്താക്കിയ ഒരാളാണ് കക്കാട് പൈസ. ആ കക്കാട് പൈസ ചെറിയൊരു ഉപദേശം കൊടുത്തിട്ട് ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറ്റുള്ളവരെ അതൊന്നും വിളിക്കാൻ പറ്റൂല. അതിന് ഈ കക്കാട് പൈസയാണ് എണീക്കുന്നതിന് മുമ്പേ അവിടെ തന്നെ എണീറ്റിട്ടുള്ളൂ. അടുത്തത് നൗഷാദ് കക്കാട് പൈസക്കെതിരെ. എന്നിട്ടോ കുറച്ച് ദിവസം പിന്നെ കക്കാട് പൈസക്കെതിരെ മാത്രമേ. അപ്പോ കക്കാട് പൈസനെ AP-കാരെങ്കിലും ഇവരെ പരിപാടിക്ക് വിട്ടതാണോ തോന്നിപ്പോകും അവന്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ. ആ രീതിയിലായിരുന്നു ഇവര് പെരുമാറിയത് അയാളോട്. ഇവൻ ഈ പറഞ്ഞ ഉപദേശം ഉണ്ടല്ലോ, കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അത് കക്കാട് പൈസ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവർത്തിച്ചു മാത്രമേ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും കുഞ്ഞായ്മ കുറച്ചും കൂടി പറയുന്നത് നമുക്ക്. പാവപ്പെട്ട ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വരുമ്പോൾ എനിക്ക് സ്റ്റേജ് കെട്ടി തരാനാളുണ്ട്, മൈക്ക് വെച്ച് തരാനാളുണ്ട്, സ്വാഗതം പറയാനാളുണ്ട്, ഭക്ഷണം തരാനാളുണ്ട്, സംവിധാനങ്ങൾ ഏർപ്പെടുത്താനാളുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ 989 ശേഷം നമ്മുടെ കേരളം കണ്ടത് മാനുഷിക മൂല്യങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, സമുദായത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പകലില്ലാതെ ഊണില്ലാതെ ഉറക്കമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങി തിരിച്ച
നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരുടെ മഹത്തായ ദൗത്യ നിർവഹണത്തിന് അവസരം നിഷേധിച്ചു എന്ന് മാത്രമല്ല, കരിങ്കൽ ചീളുകളായിരുന്നു സമ്മാനിച്ചതെങ്കിൽ നമ്മളെ എറിഞ്ഞ കല്ലുകളൊന്നും നാം തിരിച്ചറിഞ്ഞില്ല. നമ്മുടെ സ്റ്റേജുകളിലേക്ക് വന്ന, നമ്മുടെ നേതാക്കളിലേക്ക് വന്ന കല്ലുകൾ നാം തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ കല്ലുകളൊന്നൊന്നായി നമ്മൾ ശേഖരിച്ചു വെച്ചു. എറിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അൽഹംദുലില്ലാ ആ കല്ലുകൊണ്ട് നാം നമ്മുടെ സ്ഥാപനങ്ങൾക്ക് തറക്കല്ലിട്ടു. ഇന്നവിടെയൊക്കെ സ്ഥാപനങ്ങൾ പടുതുയർത്തി. പണ്ട് നമ്മളെ എറിഞ്ഞവർ, കൂക്ക് വിളിച്ചവർ, വിഷമ അവസ്ഥകൾ സൃഷ്ടിച്ചവർ, ഇന്നവരുടെ മക്കളും പേരമക്കളും ഒക്കെ ആ സ്ഥാപനങ്ങളിലെ ഒരു അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി നമ്മുടെ നേതൃത്വത്തിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹത്തായ ശൈലിയാണ് നാം സ്വീകരിക്കേണ്ടത്. ഈ മഹത്തായ മാർഗമാണ് നാം അംഗീകരിക്കേണ്ടത്. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണമെന്ന് ഈ സമയത്ത് വിനയപുരസ്സരം ഓർമ്മിപ്പിക്കുകയാണ്. കുഞ്ഞായ്മതിന്റെ അന്നത്തെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നിപ്പോകുന്നുണ്ട്, അതുപോലെ തന്നെ വിഷമം തോന്നിപ്പോകുന്നുണ്ട്. സന്തോഷം വരാനുള്ള ഒരു കാര്യം, ഇപ്പൊ ഞാനൊരു വീഡിയോ കണ്ടു. സ്ത്രീകളെ സൗജന്യ ബസ് റൂട്ട് ഉണ്ടല്ലോ, KSRTC. ആ KSRTC ബസ് പോകുന്നത് ഏതിലൂടെയാണ്? ഈ ഈത്തപ്പനകൾക്കിടയിലൂടെ. അപ്പൊ ഞാൻ ഒന്നും കൂടി നോക്കുമ്പോൾ അത് എവിടെയാണ്? നോളജ് സിറ്റിയിൽ. അപ്പോൾ ആ നോളജ് സിറ്റിയിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾ? അപ്പൊ ആ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് മക്കൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ഈ നോളജ് സിറ്റി മുടക്കാൻ നോക്കിയൊരു തീരുണ്ടാവും. നോക്കണം നിങ്ങൾ, ആ രീതിയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വിഷമം വരാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, കുഞ്ഞായ്മത് ഇങ്ങനെ പ്രസംഗിച്ചു പോയല്ലോ, ഓനിപ്പോൾ അടുത്ത് AP വിഭാഗത്തിന്റെ ഒരു സ്ഥാപനം ദുബായിൽ പൂട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ പ്രസംഗിച്ച് ഓന്റെ പ്രസംഗം തീരുമ്പോഴേക്ക് ആ സ്ഥാപനം തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ വീഡിയോ പുറത്തു വരിക. അപ്പോൾ പിന്നീട് അതിന് മറുപടി അറിയേണ്ട, ഇപ്പൊ തുറന്നതാണ്, അത് പൂട്ടിയിട്ട് തന്നെ ഇരുന്നത്. അപ്പൊ അതിന്റെ 2-3 ദിവസം മുന്നൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരു ലീവ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അത് കാരണം പൂട്ടിയതായിരിക്കും എന്നുള്ളതാട്ടോ. അപ്പൊ കുഞ്ഞായ്മത് പറഞ്ഞത് മൊത്തത്തിൽ പൂട്ടിയതായിരുന്നു. എന്തോന്ന് പഠിച്ചോന്നറിയാം. ഇനി എന്തെങ്കിലും ആവട്ടെ, എന്തായാലും കുഞ്ഞായ്മതെ അതിന്റെ ആ പിന്നെ വാക്കുകളും അതുപോലെ ആ ഉസ്താദ്മാരെ തെറി വിളിക്കുന്ന ഒരു ശൈലിയൊക്കെ ഉണ്ടല്ലോ, അത് ഇതൊന്ന് മാറ്റി കുരുവട്ടൂരിൽ തന്നെ തുടർന്നെന്നാലും വേണ്ടില്ല. വളരെ വേദനയോട് കൂടിയിട്ടായി പറയുന്നത്.